ഹലോ എവരി വൺ. ഏറ്റവും നല്ല ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായി ചോദ്യം ചോദിക്കാൻ അറിയുന്ന ആളുകളാണ്. കാരണം ചോദ്യം ചോദിക്കുന്നതിലൂടെയാണ് അവർക്കുള്ള കംപ്ലീറ്റ്ലി അവരുടെ പ്രോബ്ലംസ് എന്താണ്, അത് ഡീപ്പായിട്ട് എത്രത്തോളം പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി അതിന് പ്രസൈസ് ആയിട്ടുള്ള ഒരു ഗോൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ക്ലയൻസിൻ്റെ ബ്രെയിനിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് അവർ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. എന്നാലോ ക്ലയൻസിന് അഡയറൻസ് കിട്ടാവുള്ളൂ, അതായത് സ്ഥിരമായ ഒരു എക്സസൈസ് പ്രോഗ്രാമിൽ നിലനിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം. സോ ഇതിനുള്ള ഏറ്റവും, അതായത് ഒരു ഗോള് ജനറേറ്റ് ചെയ്യാനുള്ള, കാരണം ഗോൾ എല്ലാവർക്കും ഉണ്ടാവും. ഗോൾ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് ഗോളിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല. പിന്നെ ഡീപ്പ് ഇൻസൈറ്റ് കൊടുക്കണമെങ്കിൽ ഒരു ട്രെയിനറെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അവർ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ അവെയർ ആവുക. അപ്പോഴാണ് അവർ കൂടുതൽ കാലം എക്സസൈസ് പ്രോഗ്രാം നിലനിർത്താൻ, ഓക്കെ ഇത് എക്സസൈസിൻ്റെ കൂടെ കൊണ്ട് നടക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്, ഞാൻ അറിയാത്ത പല വശങ്ങളും ഇതിനുണ്ട് എന്നുള്ളതൊക്കെ ക്ലയൻസ് തിരിച്ചറിയുക. അതിനെന്താ വേണ്ടത്? ഗോള് സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കാൻ. അതായത് അവർക്ക് ഗോൾ ഉണ്ടാവും, പക്ഷേ ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഗോള് ജനറേറ്റ് ചെയ്യാനുള്ള ചില ചോദ്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള, പ്രിസൈസ് ആയിട്ടുള്ള, അച്ചീവബിൾ ആയിട്ടുള്ള, റിലവൻ്റ് ആയിട്ടുള്ള, ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 10 ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ യൂട്യൂബ് ചാനലിലെ ഡിസ്കഷൻ വരുന്നത്. സോ ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് യുവർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾ? കാരണം ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുയോജ്യമായിട്ടുള്ളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഇനിയിപ്പോൾ അവരുടെ ഗോളും അത് റിയലിസ്റ്റിക് ആണോ, അതായത് അത് അച്ചീവബിൾ ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും അതിൻ്റെ കുറച്ചും കൂടി ചോദ്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉത്തരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതായിട്ടുള്ളതുണ്ട്. പക്ഷേ ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും ചോദിക്കുന്നതിലൂടെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും, ചെറിയ ഐഡിയ കിട്ടുള്ളൂ. ഇത് അവർക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ല, ലൈക്ക് ചോദ്യ ഉത്തരങ്ങളൊന്നും ആയിട്ടില്ല. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ ഫിറ്റ്നസ് പ്രോഗ്രാം ചെയ്യാനുള്ള ആ ഗോളിലേക്ക് എത്താനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അത് ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, ടൈമില്ലാത്തത് ഇഷ്യൂസ് ആയിരിക്കും, ഓഫീസ് പ്രോബ്ലംസ് ആയിരിക്കാം, ചെറിയ എക്സാമ്പിൾസ് വേണമെങ്കിൽ വർക്ക് ഷെഡ്യൂളൊക്കെ ആയിരിക്കാം എന്നുള്ള ചെറിയൊരു ഹിൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അവർ പറയണം ഇതിലേതാണ് വിഷയം എന്നുള്ളത്. അത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് റിയലിസ്റ്റിക് ആണോ, എന്താണ് നമുക്ക് റിയലിസ്റ്റിക് എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു ട്രെയിനർക്ക് പറ്റും. അത് കൂടുതൽ ഇൻസൈറ്റിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ അവരെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് മോട്ടിവേറ്റ്സ് യു? എന്താണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ചിലർക്ക് എന്താ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത്, എനർജി ഇമ്പ്രൂവ് ചെയ്യുന്നത്, ബിസിനസ്സിൽ ഫോക്കസ് കൂടുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന പ്രഷർ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് ചെയ്തിട്ട് അവർക്ക് പുറത്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്ലഷർ. സോ ഈ വാട്ട് എവർ മോട്ടിവേറ്റ്സ് യു, അത് നമ്മൾ ക്ലയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനാണ്. എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കറിയാം. ഓപ്പൺ എൻഡ് എന്ന് പറഞ്ഞാൽ തുറന്ന് സംസാരിക്കാൻ ഉള്ള ചോദ്യങ്ങളാണ്. ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ഉത്തരങ്ങൾ വരുന്ന, അല്ലെങ്കിൽ ഒരു വേർഡിൽ ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ ഇതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, അവരവർ തുറന്ന് സംസാരിക്കട്ടെ എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് തിങ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു? അത് നമ്മുടെ ഹെൽത്തിൽ എങ്ങനെ കൊലാബറേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ചോദ്യമാണ് ഇതിൽ വരുന്നത്. അപ്പം അധികം ആൾക്കാർക്കും അവരുടെ ജോലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുകയാണെങ്കിലും, അവരുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമെങ്കിലും, എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുകയാണെങ്കിലും അതെങ്ങനെ നമ്മളെ ഹെൽത്തായിട്ട് കണക്ട് ചെയ്യാം, ഹെൽത്ത് ഉണ്ടെങ്കിലേ ഇതെല്ലാം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഒരു ധാരണ നമുക്ക് 100% കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ചോദ്യത്തിലൂടെ അവിടെ നിന്ന് കിട്ടുന്ന ആൻസറിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും, അല്ലെങ്കിൽ അത് ഗോൾ സെറ്റ് ചെയ്യാൻ സഹായകരമാകുന്ന ഒരുപാട് ഇൻസൈറ്റുകളും നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇതിനു മുമ്പ് ഏതൊക്കെ എക്സസൈസ് പ്രോഗ്രാംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? ചിലർ വാക്കിംഗ് പറയും, ചിലർ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു പറയും, ചിലർ സ്പോർട്സ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു പറയും, ചിലർ ഇല്ല എന്ന് പറയും. സോ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ആൻസേഴ്സിനെ കൊണ്ടും നമുക്ക് നമ്മുടെ ഗോൾസിനെ കുറച്ചും കൂടി സ്പെസിഫിക്കും മെഷറബിളും അറ്റൈനബിളും റിലവൻറ്റും ടൈം ബോണ്ടും ആക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇമ്പോർട്ടൻസ്. ഗോൾ സ്മാർട്ടായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. S for specific, M for measurable, A for attainable, R for relevant and T for time bound. സ്പെസിഫിക് ആയിരിക്കുന്ന വെയിറ്റ് ലോസിനാണോ, വെയിറ്റ് ഗെയിനിങ്ങിനാണോ, സ്ട്രെങ്ത് ഗെയിനിങ്ങിനാണോ, എൻഡ്യൂറൻസിനാണോ, വാട്ട് എവർ ദെയർ സ്പെസിഫിക് ഗോൾ ഇസ്. അത് പല രീതിയിലാവാം. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിരിക്കുന്നത് എനിക്ക് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേക്കണം എന്നുള്ളതാണ്. അതാണ് അവരുടെ സ്പെസിഫിക് ഗോൾ. അപ്പോൾ അത് അറ്റൈനബിൾ ആണോ? ലൈക്ക് ചില ഒരു മാസം കൊണ്ട് എനിക്ക് 25 കിലോ കുറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറ്റൈനബിൾ ആയിട്ടുള്ള സാധനമല്ല. അങ്ങനെ അത് അറ്റൈനബിൾ
അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. സോ അത് നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കാം. റിലവൻ്റ് ആണോ? കാരണം ഇപ്പോൾ വെയിറ്റ് ലോസിനുള്ള ഒരാൾ ആക്ച്വലി എനിക്ക് ഇനിയും വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾക്ക് ഇത് റിലവൻ്റ് അല്ല. ആ ഇൻസൈറ്റ് കൊടുക്കേണ്ടത് ഒരു ട്രെയിനറാണ്. എന്തായിരിക്കണം ആക്ച്വലി എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത പക്ഷം എന്തായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ട്രെയിനേഴ്സാണ്. ടി ഫോർ ടൈം ബൗണ്ട്, അല്ലെ SMA അറ്റൈനബിൾ, ആർ റിലവൻറ്റ്, ST ടൈം ബൗണ്ട്. ടൈം ബൗണ്ടഡ് അല്ലാത്തൊരു ഗോളാക്കി കണക്കൂട്ടില്ല. ടൈം ബൗണ്ടഡ് എന്തിന് നമ്മളൊരു ഒരു ടൈം ലൈൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അർജൻസി കൂടും, നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. ലൈക്ക് ദാറ്റ് ഡ്രൈവ്സ് അസ്. ഓൺലി ഒരു ടൈം ബൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഗോളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. ഈ സ്മാർട്ട്നെസ്സിലേക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു സ്മാർട്ട് ഗോളാണ് അവരെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അത് അവരെ അഡാറൻസിൽ 100% ബെനിഫിഷ്യൽ ആവും എന്നുള്ളതാണ്. സോ അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് എക്സസൈസ് ആക്ടിവിറ്റി ഡു യു കറൻ്റ്ലി എൻജോയ്? നല്ല ചോദ്യമാണ്. ഏത് എക്സസൈസാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? കാരണം പുതിയതായിട്ടൊരു ജിമ്മിലേക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരെ എൻജോയ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു കമ്പലായിട്ട് നിങ്ങൾ ഇന്ന എക്സസൈസ് ചെയ്യണം എന്ന് അടിച്ചേൽപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ എൻജോയബിൾ ആയിട്ടുള്ള എക്സസൈസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ വരും, എങ്കിൽ പോലും എൻജോയബിലിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിലനിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, ജിമ്മിലൊരു പ്രോപ്പറായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റില്ല, അവരൊരിക്കലും അവർ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻസ്റ്റഗ്രാം എക്സസൈസുകളും ഒരു ടെക്നോളജികളും പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും മുമ്പ് അവിടെ ആദ്യം ജിമ്മിൽ നിർത്താനുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അതിനാണ് ഈ എൻജോയബിൾ ആയിട്ടുള്ള ഈ ചോദ്യം ചോദിക്കുന്നത്. വിൽ യു ഇൻറ്റഗ്രേറ്റ് എക്സസൈസ് ഇൻ ടു യുവർ ലൈഫ്? അടുത്ത ചോദ്യമാണ്. എങ്ങനെ എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു? അത് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. അവർ ചിന്തിക്കണം ലൈക്ക് എൻ്റെ വർക്ക് ഷെഡ്യൂൾ എങ്ങനെയാണ് വരുന്നത്, ഞാൻ ഇങ്ങനെ ഒരു വീക്ക്ലി ഒരു 3 days ഇന്ന രീതിയിൽ വരാനും, അല്ലെങ്കിൽ ഈവനിങ് വർക്കൗട്ട് ചെയ്യാൻ, മോർണിംഗ് വർക്കൗട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിൽ എന്തെങ്കിലും നമ്മളെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് സജഷൻ കൊടുക്കാൻ പറ്റും, അതിനനുസരിച്ചൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ചോദ്യമാണ് ഇത്. ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ അവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്ന ഒരു ചോദ്യം. എങ്ങനെയാണ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അത് ചോദിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ക്ലയൻസിന് തന്നെ നിങ്ങളോടൊരു മതിപ്പ് തോന്നും, 100% മതിപ്പ് തോന്നും. ഞാൻ ഗ്യാരണ്ടി പറയാം. ഹൗ മച്ച് ടൈം ഡു യു ഹാവ് ടു കമ്മിറ്റ് ടു എക്സസൈസ്? നിങ്ങൾക്ക് എക്സസൈസിൽ എത്ര സമയം കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും? നല്ല ചോദ്യമാണ്. ചില ആൾക്കാർ 1 hour പറയും, 2 hour പറയും, ചിലപ്പോൾ 30 minutes പറയുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് റിയലിസ്റ്റിക് അല്ലാത്തതും അറ്റൈനബിൾ അല്ലാത്തതൊക്കെ വേണമെങ്കിൽ എടുത്ത് ഒഴിവാക്കാം. അത് ട്രെയിനറുടെ ബ്രെയിനാണ്. കാരണം ട്രെയിനർ പറയും, ഓക്കെ സാർ ഇങ്ങനെയല്ലേ ജോലി വരുന്നത്, ഇത്ര സമയമല്ലേ നമുക്ക് ബാക്കിയുള്ളൂ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറയുക? അവർ ആഗ്രഹം പറയും. ആഗ്രഹം വിഷല്ല, ആക്ച്വലി സംഭവം റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ആളാണ് ആക്ച്വലി ട്രെയിനർ. സോ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അവരുടെ ആഗ്രഹമായിരിക്കും അവർ ആദ്യം പറയുക. അവർക്ക് എത്രത്തോളം ചെയ്യാമുള്ളതിനെ കുറിച്ചിട്ടുള്ള 3-4 ഓപ്ഷൻസ് നമുക്ക് ഒരു ട്രെയിനർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട് ഡു യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ഫ്രം യുവർ ഫാമിലി ഓർ ഫ്രണ്ട്സ്? അതായത് സോഷ്യൽ സപ്പോർട്ട് അവർക്ക് എന്തൊക്കെ നിങ്ങളെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെ സപ്പോർട്ട് ലഭിക്കാറുണ്ട്? ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. അധികം 99% ട്രെയിനേഴ്സ് ചോദിക്കാത്ത ചോദ്യമാണ്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അധികം പിയർ പ്രഷർ കൊണ്ടാണ് അധികം ഈ നെഗറ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല സുഖമുണ്ടാവും. നമുക്ക് അത് ഓക്കെ, ചില സമയത്ത് ഓഫീസിൽ നിന്ന് സ്റ്റാഫ് പറയുകയൊക്കെ നിങ്ങൾക്ക് ജിമ്മിൽ പോകാനുള്ളതല്ലേ, നിങ്ങൾക്ക് നേരത്തെ പോവാം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഡയറ്റ് ഫുഡ്, അങ്ങനെ പല രീതിയിൽ. ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് ഡയറ്റ് കുക്ക് ചെയ്ത് തരുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വൈഫ് നമ്മളെ കൂടെ എക്സസൈസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ സോഷ്യൽ സപ്പോർട്ട് അവർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറച്ചും കൂടി എന്ത് ചെയ്യും,
അവർ ആ എക്സസൈസ് പ്രോഗ്രാമിൽ നിൽക്കാൻ എനിക്ക് ഇന്ന സപ്പോർട്ട്സുകൾ ഉണ്ട് എന്നുള്ള ചിന്താഗതിക്ക് അവർക്ക് വരില്ലേ? ചോദ്യമൊക്കെ ചോദിച്ചു നോക്കുക, അപ്പോഴറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. അതായത് നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിരിക്കും. ചിലപ്പോൾ ഓടാൻ നമ്മൾ ഓൾറെഡി അടിപൊളിയായിരിക്കും. ചിലപ്പോൾ ജിമ്മിൽ വന്നതിന് ശേഷവും ഞാൻ ഇതിന് അടിപൊളിയാണെന്ന് അറിയാം. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് എക്സസൈസും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു എന്തിനാണ് നിങ്ങൾക്ക് നല്ലത്, അത് നിങ്ങൾ ഗുഡ് അറ്റ് എന്ന് തോന്നിയിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും. ചിലപ്പോൾ ഈ ചെറുപ്പത്തിലൊക്കെ കരാട്ട പഠിച്ചിട്ടുള്ള ആളുകളെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അവർ കുറേ കാലം കഴിഞ്ഞ് പിന്നെ ഈ വെയിറ്റൊക്കെ കൂടി വെയിറ്റ് ലോസിന് വരുന്ന സമയത്ത് അവരുടെ എൻഡ്യൂറൻസിനൊന്നും വലിയ കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ അവരുടെ സ്റ്റാമിനയ്ക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ കുറച്ചും കൂടി കൂടുതൽ പുഷ് ചെയ്യാനൊക്കെ നോർമലി ഒരു ബിഗിനർ വരുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് പറ്റാറുണ്ട്. ആദ്യം മുൻകൂട്ടി ഇവർ അവരുടെ ഹിസ്റ്ററിയിൽ ഞാൻ ഇതിൽ ഗുഡാണ് എന്നുള്ള ഒരു സാധനം അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആവും. When was the last time you exercise regularly? At least വീക്കിലി 3 ദിവസം. ദെൻ അത് എത്ര കാലം നിങ്ങൾ എക്സസൈസ് ചെയ്തു എന്നുള്ള ചോദ്യം. ഇതിലൂടെയും നമുക്ക് ഇവരുടെ അഡയറൻസ് ലെവൽ എന്താണ്, ഇവർക്ക് എന്തൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് കൊടുക്കാം. കാരണം ഈ എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്മാർട്ട് ഗോളാണ്. എന്താണ് ഇവർക്ക് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഗോൾ, ഏറ്റവും സ്പെസിഫിക്, അവരുടെ എത്ര മെഷറബിളാണ്, എത്ര അറ്റൈനബിൾ ആണ്, എത്ര റിലവൻ്റ് ആണ്, എത്ര ടൈം ബൗണ്ട് ആണെന്നുള്ളത്. ഈ ഗോള് അവരുടെ ബ്രെയിനിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ഒരു പരിധി വരെ അവരുടെ ബോധത്തിൽ ഹെൽത്ത് കോൺഷ്യസ് ആവും. അതായത് അവരെ ഹെൽത്ത് കോൺഷ്യസ് ആവും 100%. ബോധം, ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം, നല്ല ഹെൽത്ത് ബിഹേവിയർ ഉണ്ടാവണം എന്നുള്ള ബോധം അവരിൽ കൂടുതൽ വരാൻ തുടങ്ങും. കാരണം ഈ ചോദ്യത്തിലൂടെ സ്വയം ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ സ്വയം ഇൻസൈറ്റാണ് അവർ ആക്ച്വലി എക്സസൈസിൽ നിലനിർത്തുന്നതും ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഒരുപാട് എക്സസൈസ് ടെക്നിക്സും ഒരുപാട് എന്താ പറയുക സയൻറ്റിഫിക് ടേംസും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിനെ ജസ്റ്റ് കുറച്ച് മൊമെൻ്ററി സമയം കൊണ്ട് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നല്ലാതെ ഒരിക്കലും ക്ലയൻറ്റിനെ റെഗുലർ എക്സസൈസറാക്കി കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്രീൻസ് പലപ്പോഴും ബിഹേവിയറൽ സയൻസിൽ കൂടുതൽ ഊന്നി സംസാരിക്കുന്നത്. കാരണം ക്ലയൻറ്റ് ജിമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലയൻറ്റ് ഉണ്ടാവുള്ളൂ, നമുക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ, നമുക്ക് PT ഉണ്ടാവുള്ളൂ. സോ അത് മാത്രമല്ല ക്ലയൻസിന് ട്രാൻസ്ഫോർമേഷനും വരുള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അടിപൊളി കണ്ടൻസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ